എല്ലാവർക്കും നമസ്തേ. സെപ്റ്റംബർ 20, അതായത് മറ്റന്നാൾ സർക്കാരിൻ്റെ അയ്യപ്പ സംഗമം നടക്കുകയാണ് പമ്പാ തീരത്ത് വെച്ച്. അത് നേരത്തെ തന്നെ NSS നേരത്തെ നിലപാട് അറിയിച്ചിരുന്നു. ഈ അവിശ്വാസികളും ക്ഷേത്ര ധ്വംസകരും ആചാരവിരുദ്ധരുമായിട്ടുള്ള സർക്കാരിൻ്റെ പരിപാടിയിൽ തങ്ങൾ സഹകരിക്കും എന്നുള്ള കാര്യം അവർ നേരത്തെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ നിലപാടും പ്രഖ്യാപിച്ചു. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഈ അവിശ്വാസികളും ക്ഷേത്രധ്വംസകരുമായിട്ടുള്ള ക്ഷേത്രവിരോധികളുമായിട്ടുള്ള സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിൽ തങ്ങൾ പങ്കെടുക്കും. തൊട്ടടുത്ത ദിവസം തന്നെ ഈ പന്തളത്ത് വെച്ച് വിശ്വാസി സംഗമം നടത്തുന്നുണ്ട്. അതായത് ഈ അയ്യപ്പ വിശ്വാസികൾ, ഹൈന്ദവ വിശ്വാസികൾ, ക്ഷേത്രവിശ്വാസികൾ, ആചാര സംരക്ഷകരായിട്ടുള്ള ഹൈന്ദവ സംഘടനകൾ ചേർന്ന് നടത്തുന്ന വിശ്വാസി സംഗമം പന്തളത്ത് നടക്കുകയാണ്. താൻ അതിൽ പങ്കെടുക്കില്ല, താനോ തൻ്റെ സംഘടനയോ അതിൽ പങ്കെടുക്കുകയില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ അസന്നിഗ്ധമായി ഇന്നലെ നിലപാടറിയിച്ചു. അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറയാൻ ആ സംഘടനയുടെ നിലപാട് തന്നെയാണല്ലോ. NSS ഇതുവരെ എന്തായാലും വിശ്വാസി സംഗമത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ സർക്കാർ നടത്തുന്ന ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന അവർ വിശ്വാസി സംഗമത്തിൽ പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാനും ഒക്കത്തില്ല. പക്ഷേ ഇവർ അതിൽ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു തങ്ങൾ പങ്കെടുക്കുകയില്ല എന്നുള്ള കാര്യം. അദ്ദേഹത്തിന് നമുക്കതിന് കുറ്റം പറയാക്കത്തില്ല. സർക്കാരിൻ്റെ അതായത് കേരള സർക്കാരിൻ്റെ ആ നിർദ്ദേശം അദ്ദേഹത്തിന് കർശനമായി പാലിച്ചേ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അദ്ദേഹത്തിന് ഞാനറിയാം, ഒരു ശാശ്വതികാനന്ദ സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ട്, ദുരൂഹമായ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസും ആരോപണങ്ങളും ഉള്ള കാര്യം, അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിലുള്ള ആരോപണത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. അത് സർക്കാർ ചവിട്ടി പിടിച്ചു വച്ചിരിക്കുകയാണ്. ആ ഒരു ഭയം കൊണ്ട് ആ കേസ് ഇത് സർക്കാരിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി വിശ്വാസികളുടെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്താൽ ഈ ശാശ്വതാനന്ദ സ്വാമികളുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുമോ എന്നുള്ള ഒരു ഭയം വെള്ളാപ്പള്ളി നടേശനുള്ളത് കൊണ്ടായി ആണ് അദ്ദേഹം ഈ സർക്കാരിൻ്റെ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും വിശ്വാസികൾ നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കത്തില്ല എന്നുള്ള നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വിശ്വാസികളായിട്ടുള്ള ഈഴവ സമുദായ അംഗങ്ങൾ അവർ തീർച്ചയായും ഈ സംഗമത്തിൽ പങ്കെടുക്കും എന്ന് തന്നെ നമ്മൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതേപോലെ തന്നെയാണ് NSSൻ്റെ കാര്യത്തിലും. ഈ ആചാരങ്ങൾ സംരക്ഷിക്കണം എന്ന് താല്പര്യമുള്ള സമുദായാംഗങ്ങൾ തീർച്ചയായും വിശ്വാസി സംഗമത്തിൽ പങ്കെടുക്കും. എന്നാൽ സർക്കാർ നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കുക ഇല്ല എന്നുള്ള കാര്യം നമ്മൾക്ക് പൂർണ്ണ ബോധ്യമാണ്. അപ്പോൾ ഈ നേതാക്കന്മാരുടെ ആ പ്രഖ്യാപനത്തിന് എന്താണ് ഒരു വില? ഒരു വിലയില്ല. കാരണം ഇവരുടെ ഈ സംഘടനകളുടെ ആ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് ഇവർ ഈ സ്ഥാനത്ത് തുടരാൻ കഴിയുന്നു എന്നുള്ളതല്ലാതെ ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവ സമുദായാംഗങ്ങൾക്കിടയിലോ നായർ സമുദായാംഗങ്ങൾക്കിടയിലോ ഇവർക്കാർക്കും ഒരു വിലയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈഴവ സമുദായത്തിന് പിന്നെയും കുറച്ച് അവരുടെ സംഘടനയിൽ കുറച്ച് പിടിയുണ്ട് എന്ന് പറയാം. കാരണം അവർക്ക് വോട്ടവകാശമുണ്ട് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ.
ഈഴവ സമുദായ അംഗങ്ങൾക്ക്. പക്ഷേ NSSൽ എന്താണ് സംഭവിക്കുന്നത്? NSSൽ നായർ സമുദായ അംഗങ്ങൾക്ക് ഒരു വോട്ടവകാശമില്ല ജനറൽ സെക്രട്ടറിയെയോ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയോ തിരഞ്ഞെടുക്കുന്നത്. അത് കമ്പനി നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് അനുസരിച്ച് രൂപീകരിച്ചേക്കുന്ന സംഘടനകളാണ് ഈ രണ്ടെണ്ണവും. NSSും അത് തന്നെ, SNDP അത് തന്നെ. പക്ഷേ SNDP യോഗത്തിൽ വളരെയേറെ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. NSSൽ അതില്ല. ഇവർ കുറച്ച് പേര് കൂടിയിട്ട് ജനറൽ സെക്രട്ടറി തീരുമാനിക്കുന്ന, നമ്മളൊരു കമ്പനിയിൽ നടക്കുന്ന പോലെ തന്നെ ഒരു സ്വകാര്യ കമ്പനി, അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് ആ കമ്പനി മുതലാളിമാർ തീരുമാനിക്കുന്നവരെയാണ് നിശ്ചയിക്കുന്നത്. അവർ തീരുമാനിക്കും ഇന്ന ആൾക്കാർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാകണം എന്നുള്ള കാര്യം എന്ന് പറയുന്നതിൻ്റെ തൊട്ടാണ് NSS ഇതേപോലെ നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. കമ്പനി ആക്ട് അനുസരിച്ചാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുതലാളിയാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ. ആ മുതലാളി തീരുമാനിക്കും ഇന്ന ആൾക്കാർ ഡയറക്ടർ ബോർഡിലേക്ക് വരണം, എൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നവരായിരിക്കും, അല്ലെ എൻ്റെ കമ്പനിയുടെയും അല്ലെ എൻ്റെ താല്പര്യം അല്ലെ എൻ്റെ കുടുംബത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുന്നവരായിരിക്കണം ഇതിനകത്തിൽ വരുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്ന് ഈ കമ്പനി മുതലാളിയായ NSS ജനറൽ സെക്രട്ടറി തീരുമാനിക്കും. അതനുസരിച്ചുള്ളവർ മാത്രമാണ് ഈ NSSൽ ഡയറക്ടർ ബോർഡിലേക്ക് വരുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? തെറ്റായ എന്ത് നിലപാട് ജനറൽ സെക്രട്ടറി എടുത്താലും ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എതിർക്കാറില്ല. അവർ വാ മൂടിക്കെട്ടി അതനുസരിക്കും. കാരണം അതിനെ എന്തേലും എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അപ്പോൾ പുറത്താക്കും. ഇതൊക്കെയാണ് ഈ ഇത്തരം സമുദായ സംഘടനകളിൽ നടക്കുന്നത്. അതായത് ഈ കമ്പനി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സമുദായ സംഘടനകളിലെല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞ് ഇവരോടൊപ്പം സമുദായാംഗങ്ങൾ മൊത്തം ഉണ്ടെന്നുള്ള ഒരു മിഥ്യാധാരണ ഇവർക്കുണ്ട്. പക്ഷേ ഇവർക്ക് എതിരായിട്ട് സമുദായാംഗങ്ങൾക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള പരിമിതിയുണ്ട്. കാരണം അത് കമ്പനി ആക്ട് അനുസരിച്ച് രൂപീകരിച്ചിരിക്കുന്ന സ്ഥാപനം അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ആരിലുമൊക്കെ കോടതിയിൽ പോയി ശക്തമായി കേസുകൾ നടത്തിയാൽ ഇതിനെന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയും എന്നുള്ളതല്ലാതെ പെട്ടെന്നൊന്നും ഇവർക്കെതിരെ ഇവരെ നീക്കാൻ വേണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ നിലപാട് നമുക്ക് തിരുത്താനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ NSSലും SNDPയിലും നിലനിൽക്കുന്നത്. ഇത് മുതലെടുത്തുകൊണ്ടാണ് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സമുദായ സംഘടനകളെ ഉപയോഗിക്കുന്നത്. ഈ സർക്കാരുകളുടെ അടുത്ത് ഇവർ അവതരിപ്പിക്കുന്ന ആ രീതിയിലാണ് തങ്ങളുടെ അധീനതയിലുള്ള ഈ സംഘടനയ്ക്ക് കീഴിൽ വരുന്ന അംഗങ്ങൾ തങ്ങൾ പറയുന്നതിനപ്പുറം നിൽക്കുകയില്ല എന്നുള്ള ഒരു അങ്ങനെ ഒരു എന്താണ് ഒരു അഭിപ്രായം സർക്കാരിൻ്റെ അടുത്തും ബന്ധപ്പെട്ടവരുടെ അടുത്തും ഇവർ പ്രകടിപ്പിക്കുമ്പോൾ സർക്കാരും അതനുസരിച്ച് കുറച്ച് തുള്ളും. കാരണം ഇവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. എന്നാൽ ഇപ്പോഴത്തെ സർക്കാർ അങ്ങനെ അല്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു പ്രാവശ്യം ഒരിക്കലും NSSൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിലല്ലേ ജനറൽ സെക്രട്ടറി ഒരിക്കൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങുന്ന ഒരു ഗസ്റ്റ് ഹൗസിലോ മറ്റോ ചെന്ന് മണിക്കൂറുകളോളം കാത്തു കെട്ടി കിടക്കേണ്ടി വന്നു അദ്ദേഹത്തിനെ കാണുന്നതിനായിട്ട്, മുഖ്യമന്ത്രിയെ കാണുന്നതിനായിട്ട്. അന്ന് തന്നെ വളരെയേറെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഈ ജനറൽ സെക്രട്ടറിയുടെ നടപടി. കാരണം ഇന്ന് NSSൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ് ഒരു ജനറൽ സെക്രട്ടറി ഒരു മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി അദ്ദേഹം തങ്ങുന്നിടത്ത് പോയി മണിക്കൂറുകളോളം കാത്തു കെട്ടി കിടക്കുന്നത്. മുഖ്യമന്ത്രിയാകട്ടെ മന്ത്രിമാരാകട്ടെ ഇങ്ങനെയുള്ളവർ സാധാരണ NSSൻ്റെ ആസ്ഥാനത്ത് വന്ന് ജനറൽ സെക്രട്ടറിമാരെ കാണുന്നതായിരുന്നു പതിവ്. അതിന് വിരുദ്ധമായിട്ടാണ് സമുദായത്തിനെ മൊത്തത്തിൽ നാണം കെടുത്തിക്കൊണ്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ വേണ്ടി കോട്ടയത്ത് നാട്ടകത്താണെന്ന് തോന്നുന്നു ഗസ്റ്റ് ഹൗസിൽ മണിക്കൂറുകളോളം പോയി കാത്തു കെട്ടിക്കിടന്നത്. അത് മുഖ്യമന്ത്രി തന്നെ അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളതാണ് അറിയുന്നത്.
കാരണം ഈ സമുദായത്തെ അധിക്ഷേപിക്കാൻ കിട്ടിയൊരു അവസരമാണ്. അദ്ദേഹം അത് ഭംഗിയായി വിനിയോഗിച്ചു. ഈ ജനറൽ സെക്രട്ടറിയെ മണിക്കൂറുകളോളം അവിടെ കാത്ത് ഇരിക്കാൻ ഉള്ള ഒരു വഴി ഒരുക്കി അതിൽ കൂടി സമുദായത്തെ മൊത്തം അധിക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. അത് അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു. എന്നാൽ അതുകൊണ്ട് സമുദായാംഗങ്ങൾക്കല്ല അതിൻ്റെ ആക്ഷേപം ഉണ്ടായത് എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കി. കാരണം ഭൂരിപക്ഷം നായർ സമുദായാംഗങ്ങളും ജനറൽ സെക്രട്ടറിക്ക് എതിരായതുകൊണ്ട് അവരെ ഇതൊരു തരത്തിലും ബാധിക്കുകയില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയും മറന്നു, ജനറൽ സെക്രട്ടറിയും മറന്നു. ഇതിപ്പോൾ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ രണ്ട് സംഘടനകൾ വിശ്വാസി സംഗമത്തിൽ അവർ സ്വീകരിക്കുന്ന നിലപാട് ഒരിക്കലും ഈ സമുദായാംഗങ്ങൾക്ക് ഗുണകരമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതിനിടയ്ക്ക് സാന്ദർഭികമായി കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളല്ല ഈ സമുദായം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സമുദായാംഗങ്ങളുടെ ചിന്ത, അത് നായർ സമുദായമാണെങ്കിലും ഈഴവ സമുദായാംഗങ്ങളാണെങ്കിലും അവർക്ക് സ്വതന്ത്രമായ നിലപാടുകളുണ്ട്, അവർക്ക് സ്വതന്ത്രമായ വിശ്വാസങ്ങളുണ്ട്, അവരതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ പൊട്ടിത്തെറിയിൽ ഒലിച്ചു പോകുന്നത് നിങ്ങളുടെ ഇതേപോലുള്ള ധാർഷ്ട്യങ്ങളും തന്നിഷ്ടങ്ങളോടുള്ള ഈ പ്രവർത്തനങ്ങളും ആണ് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കിയാൽ സംഘടനയ്ക്കും നല്ലത്, നിങ്ങൾക്കും നല്ലത് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ രണ്ട് കൂട്ടരും എപ്പോഴും ഓർത്ത് നിങ്ങളുടെ പ്രവർത്തനം മാറ്റി സമുദായ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.